കൈവിട്ട പ്രതിഷേധമോ എന്നാണ് ചോദ്യം. എന്തായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ കഴിഞ്ഞ 4 ദിവസങ്ങളിലെയും നിയമസഭ സ്തംഭിപ്പിക്കുമ്പോഴുള്ള ആവശ്യം? 2019 നമ്മൾക്കിപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ടു പോയ 40 ഗ്രാം സ്വർണം, 40 പവൻ സ്വർണം, അഥവാ ഒരു ചെമ്പുപാളി അപ്പാടെ ഇളക്കി മാറ്റി മറ്റാർക്കോ കൊടുത്ത് അവിടെ ആ സ്വർണം പൂശിയ ചെമ്പുപാളിക്ക് പകരം മറ്റു സ്വർണം പൂശിയ ചെമ്പുപാളി വെച്ചു എന്ന് സംശയത്തിൻ്റെ നിഴലിലുള്ള, ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്ന മേൽനോട്ടത്തിലുള്ള ഒരു SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന 2019 ഒരു കേസിൽ 2021 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണമെന്ന വിചിത്രമായ രാഷ്ട്രീയ യുക്തിയുമായിട്ടാണ് പ്രതിപക്ഷം സഭയിൽ 4ാമത്തെ ദിവസവും സഭ സ്തംഭിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിലേറ്റവും കൗതുകകരമായ കാര്യം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് ആത്മാർത്ഥത തെല്ലുമില്ല എന്ന് തന്നെ ഞാൻ പറയും. ഞാൻ 2 കാര്യങ്ങൾ മാത്രം വളരെ വേഗത്തിൽ ചൂണ്ടിക്കാട്ടാം. ഇപ്പോൾ SIT അന്വേഷണം നടക്കുകയാണ്. നമ്മുടെ മുന്നിൽ സംശയത്തിൻ്റെ നിഴലിലുള്ളത് 2019 ഈ സ്വർണം പൂശിയ ദ്വാരപാലക കവചങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് സന്നിധാനത്തുണ്ടായിരുന്ന 3 പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അതിലൊന്ന് തിരുവിതാംകൂറിലെ അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായിരുന്ന ബൈജു, മറ്റൊന്ന് അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആവുകയും പിന്നീട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആവുകയും ചെയ്ത മുരാരി ബാബു, 3ാമത്തെ ആളാണ് സ്പോൺസറായി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇതുകൂടാതെ ആരൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടെന്നുള്ളത് ഇനി അന്വേഷണത്തിലൂടെ മനസ്സിലാകേണ്ട കാര്യമാണ്. ആരായിരുന്നു കമ്മീഷണറായ ബൈജു? കമ്മീഷണറായിരുന്ന ബൈജു അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായിട്ട്, ശബരിമലയിലെ കമ്മീഷണറായിട്ട്, ദേവസ്വം കമ്മീഷണറായിട്ട് പ്രവർത്തിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ദേവസ്വം ഫെഡറേഷൻ ഫ്രണ്ടിൻ്റെ സംഘടനയുടെ സെക്രട്ടറി ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയോ 2003-2004 കാലഘട്ടത്തിൽ UDF സർക്കാരിൻ്റെ കാലത്താണ് ശബരിമലയിൽ പരികർമ്മിയായിട്ട് വരുന്നത്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായിട്ടും ബന്ധമോ അടുപ്പമോ ഒക്കെ സ്ഥാപിക്കാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ളത് വ്യത്യസ്ത ചിത്രങ്ങളിലൂടെ നമ്മൾ കണ്ടതുമാണ്. ബൈജു എന്താണ് യഥാർത്ഥത്തിൽ ചെയ്തത്? അതുകൂടി നമ്മളൊന്ന് പറഞ്ഞു പോകണമല്ലോ. മുരാരി ബാബു ചെയ്തതുപോലെ തന്നെ അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തത് ഈ കമ്മീഷണറാണ് എന്നുള്ളതാണ് നമ്മൾ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. അന്ന് നിർണായകമായി ഈ പാളികൾ അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടു പോകുന്ന സമയത്ത് ശബരിമലയിൽ ഉണ്ടാകേണ്ടിയിരുന്ന കമ്മീഷണർ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, താൻ വരില്ല എന്ന് അസൗകര്യങ്ങൾ ചിലത് ചൂണ്ടിക്കാട്ടി തലേ ദിവസം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്തയച്ചത് നമ്മൾ തന്നെയാണ് പുറത്തുവിട്ടത്. ഒരു സൂപ്രണ്ടിനെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാതെ, ഒരു പ്രോട്ടോക്കോളും പാലിക്കാതെ അന്ന് ശബരിമലയിൽ ഉണ്ടായിരുന്ന ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഹാജരാകേണ്ടിയിരുന്ന ആ ഉദ്യോഗസ്ഥനായ ബൈജു ഹാജരാകാതെ, മഹസറിൽ ഒപ്പുവയ്ക്കാതെ, ഈ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടപ്പെട്ടവരുടെ മാത്രം സാന്നിധ്യത്തിൽ അത് കൊടുത്തുവിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദുരൂഹത. അതിന് കേന്ദ്ര കാരണക്കാരനായിരിക്കുന്ന ബൈജു അന്നത്തെ കോൺഗ്രസിൻ്റെ സംഘടനയുടെ ദേവസ്വം ബോർഡ് ഫ്രണ്ടിൻ്റെ, അന്ന് അദ്ദേഹം പെൻഷനായിട്ടില്ല, സർവീസിലുണ്ട്, ഇന്ന് അദ്ദേഹം കോൺഗ്രസിൻ്റെ പെൻഷൻ സംഘടനയുടെ ട്രഷററാണ് ഈ ബൈജു. 2013-14 കാലഘട്ടങ്ങളിൽ VS ശിവകുമാറിൻ്റെ സഹോദരൻ VS ജയകുമാർ ദേവസ്വം എക്സിക്യൂട്ടീവിൻ്റെ അംഗവും ശബരിമലയിലെ ദേവസ്വം സെക്രട്ടറിയുമായിരിക്കുന്ന കാലം, ആ സമയത്ത് വലിയൊരു പാത്ര കുംഭകോണം നടന്നു. ഒരുപക്ഷെ നമ്മൾ ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല. ശബരിമലയിൽ മണ്ഡലകാലത്തെയും മകരവിളക്കിനും മുന്നോടിയായിട്ട് കുറേ പാത്രങ്ങൾ വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നു. ചെങ്ങന്നൂരിലുള്ള ഇല്ലാത്ത സ്ഥാപനത്തിൻ്റെ പേരിൽ ടെൻഡർ വിളിച്ച് 1,87,00,000 രൂപയുടെ കരാറാണ് ഈ VS ജയകുമാറിൻ്റെ സഹോദരനായ VS ശിവകുമാറിൻ്റെ സഹോദരനായ VS ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അടിച്ചുമാറ്റാൻ ശ്രമിച്ചത്. കണ്ടെത്തിയതാരാ? ഓംബുഡ്സ്മാനാ. അന്ന് ഓംബുഡ്സ്മാൻ ഇത് കണ്ടെത്തുമ്പോൾ അന്ന് ഈ ശിവകുമാറിൻ്റെ സഹോദരൻ ജയകുമാറിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എതിർത്തത് ആരൊക്കെയാ? പ്രയാർ ഗോപാലകൃഷ്ണൻ അന്ന് എതിർത്തു, സമ്മതിച്ചില്ല. പകരം അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ LDF സർക്കാർ വന്നു. ആ സമയത്ത് അന്വേഷണം നടത്തി. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ആ കേസ് നിലനിൽക്കുകയാണ്. ഇപ്പോൾ എന്താ VS ജയകുമാറിൻ്റെ അവസ്ഥ എന്നറിയാമോ? VS ജയകുമാറിൻ്റെ പെൻഷൻ 50% കട്ട് ചെയ്തു, 50% കട്ട് ചെയ്തു. ഏതു സർക്കാരിൻ്റെ കാലത്ത്? ഇടത് സർക്കാരിൻ്റെ കാലത്ത്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് 50 പവൻ 2019 കാണാതെ പോവുകയോ അതല്ലെങ്കിൽ സ്വർണ്ണപ്പാളി കാണാതെ പോവുകയോ ചെയ്ത വിഷയം വരുന്നതിനും 6 വർഷങ്ങൾക്ക് മുമ്പ് UDF സർക്കാരിൻ്റെ കാലത്ത് 1,81,00,000 രൂപയുടെ പാത്രം വാങ്ങി കുംഭകോണം നടത്തിയ അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ സഹോദരൻ്റെ പെൻഷൻ 50% തടഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സബ്സിസ്റ്റൻസ് അലവൻസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ആനുകൂല്യങ്ങളും തടഞ്ഞിട്ടുണ്ട്. UDF സർക്കാരിൻ്റെ കാലത്താണ്. ഓംബുഡ്സ്മാൻ കണ്ടെത്തിയതാണ്. ആരോപണ വിധേയൻ ചെറിയ കക്ഷിയല്ല, ദേവസ്വം മന്ത്രിയുടെ സഹോദരനാണ്, ദേവസ്വം സെക്രട്ടറിയാണ്. ഈ 2019 സംഭവം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയുടെയോ ഓംബുഡ്സ്മാൻ്റെയോ അല്ലെങ്കിൽ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളിലോ ഒരു രാഷ്ട്രീയ ബന്ധം
സൂചിപ്പിക്കാനോ എടുത്തു കാണിക്കാനോ കഴിയുമോ എന്നുള്ളതാണ്. വി എസ് ശിവകുമാറിൻ്റെ സഹോദരൻ വി എസ് ജയകുമാറിൻ്റേതുപോലെ അന്ന് അക്കാലത്ത് നടന്ന പാത്രകുംഭകോണം പോലെ ഏതെങ്കിലും തരത്തിലുള്ളൊരു രാഷ്ട്രീയ ബന്ധം നിലവിലുള്ള ദേവസ്വം മന്ത്രിയുമായി ബന്ധപ്പെട്ടോ ദേവസ്വം പ്രസിഡന്റുമായി ബന്ധപ്പെട്ടോ, അതായത് വാസവനുമായി ബന്ധപ്പെട്ടോ പി എസ് പ്രശാന്തുമായിട്ട് ബന്ധപ്പെട്ടോ എടുത്തു കാണിക്കാനുണ്ടോ എന്നുള്ളതാണ് എൻ്റെ മൂന്നാമത്തെ ചോദ്യം. അങ്ങനെ ഇല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ വാസവന്റെയും പി എസ് പ്രശാന്തിൻ്റെയും രാജി ആവശ്യപ്പെടുന്നത്? അപ്പോൾ ചോദിക്കും, കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധം, അതിനല്ലേ SIT. കടകംപള്ളി സുരേന്ദ്രനുമായി നമ്മളുടെ അന്വേഷണത്തിൽ ഇതുവരെയെങ്കിലും ഈ നിമിഷം വരെയെങ്കിലും ഈ ചെമ്പുപാളി കടത്തിയതിൻ്റെ ഉത്തരവാദിത്വം നിലവിലെത്തി നിൽക്കുന്നത് കമ്മീഷണർ ലെവലിൽ വരെ മാത്രമാണ്. അതിന് മുകളിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റോ ആ പ്രസിഡന്റിന് മുകളിൽ മന്ത്രിയോ ഉത്തരവിട്ടതായിട്ട് ഒരു രേഖകളിലും കാണുന്നില്ല. ഒരു രേഖയും നമ്മുടെ മുന്നിലില്ല. ഒരു കോടതി പരാമർശവും നമ്മുടെ മുന്നിലില്ല. നമ്മൾ കണ്ടെത്തിയ തെളിവുകളിലും ആ പറയുന്നത് ഒന്നുമില്ല. ചില ഫോട്ടോകൾ വന്നിരിക്കുന്നതല്ലാതെ അതെല്ലാ ഫോട്ടോകളും വന്നിട്ടുണ്ട്, എല്ലാ നേതാക്കന്മാരുമായിട്ടുള്ള ഫോട്ടോകളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ എന്താണ് ആത്മാർത്ഥത എന്നതാണ് ചോദ്യം. ഈ മൂന്ന് കാര്യങ്ങൾ, ഒന്ന്, അതിൽ ആരോപണ വിധേയനിൽ രണ്ടുപേരിൽ ഒരാൾ UDFന്റെ യൂണിയനിൽപ്പെട്ടയാളാണ്, കോൺഗ്രസിന്റെ സംഘടനാ ഭാരവാഹിയാണ്. 2013 കാലഘട്ടത്തിലെ പാത്രകുംഭകോണത്തിൽപ്പെട്ടത് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ സഹോദരനായിട്ട് നടപടി എടുക്കാതിരുന്ന സർക്കാരാണ്, നടപടി എടുക്കാതിരുന്ന ദേവസ്വം ബോർഡാണ്. പിന്നീട് ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോഴാണ് നടപടി എടുക്കുന്നതും ഇപ്പോഴും പെൻഷൻ പാതി നിഷേധിക്കപ്പെട്ട നിലയിൽ നിൽക്കുന്നതും. ഓംബുഡ്സ്മാൻ വരെ കണ്ടെത്തി, ചെറുന്നിയൂർ P ശശിധരൻ കമ്മീഷൻ കണ്ടെത്തി, 8-7 ശരിയാണെന്ന് തെളിഞ്ഞു. 8-7 അത്ര വലിയ കുംഭകോണമാണ് നടത്തിയത്. ഇല്ലാത്ത സ്ഥാപനത്തിന്റെ പുറത്ത് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി ശബരിമലയിലെ അയ്യപ്പന്റെ സ്വത്തടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അവരാണോ ഈ പ്രതിപക്ഷത്തിന്റെ മേലങ്കി അണിഞ്ഞ് ഇന്ന് സഭയിൽ സമരം നടത്തിയത്? അവർക്ക് എന്ത് ആത്മാർത്ഥത എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ആ മറുപടിയാണ് ശരിക്കും നമ്മൾ അർഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ വിഷയത്തിൽ ഇന്ന് പ്രതിപക്ഷം സഭയിൽ കാട്ടിയതിലും തെല്ലും ആത്മാർത്ഥതയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുക. കാരണം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇനി നടക്കേണ്ടത് SIT അന്വേഷണമാണ്. ഇനി എന്താ സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുക? എന്താ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം? കോൺക്രീറ്റ് ആയിട്ടുള്ള ആവശ്യം എന്താ? സഭ വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ബില്ലുകളല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തത്? ഇന്ന് ചർച്ച ചെയ്ത വിഷയം ഏതാ? ഏക കിടപ്പാട സംരക്ഷണ നിയമമാണ് 2025. ഇതിന് തൊട്ടു മുമ്പ് ചർച്ച ചെയ്ത വിഷയം ഏതാ? സ്വകാര്യ ഭൂമിയുടെ ക്രമവൽക്കരണ നിയമമാണ് 2025. കേരള വന നിയമ ഭേദഗതി ബില്ല്, വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ല്, സുപ്രധാനമായി 21 നിയമനിർമ്മാണം നടന്ന സെഷനാ. അതിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? 0. അതിൽ അവസാനത്തെ 4 ദിവസം വളരെ പ്രധാനപ്പെട്ട ചർച്ചകളും ചോദ്യോത്തരവേളയും നടന്നു. ക്യാൻസർ രോഗികൾക്ക് ഇന്ന് പൂർണ്ണമായും സൗജന്യമായും KSRTCയിൽ യാത്ര അനുവദിച്ച് ശ്രദ്ധേയമായിട്ടുള്ള പ്രഖ്യാപനം വന്നു. ഇതൊക്കെ വരുമ്പോൾ പ്രതിപക്ഷം എവിടെയാ? പുറത്താ. എന്തിനാ? 2019 അന്ന് നടത്തിയ വീഴ്ച ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT അന്വേഷിക്കുമ്പോൾ ഇതുവരെയും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയും ഒരു ആരോപണവും കോടതിയുടെയോ ഒരന്വേഷണത്തിനോ ഒരു മാധ്യമത്തിനോ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു വിഷയത്തിൽ കിട്ടിയ ഒരു സുവർണാവസരമായി അതിനെ ഉപയോഗിക്കാനുള്ള തിടുക്കത്തിൽ സഭയിൽ 4 ദിവസത്തെ നടപടികൾ സ്തംഭിപ്പിക്കുകയായിരുന്നു പ്രതിപക്ഷം എന്നതാണ് എൻ്റെ ടേക്ക്.